പൊതു റോഡുകളിലെ നടപ്പാതകളിലൂടെ തടസ്സമില്ലാതെ നടക്കുന്നത് പൗരന്റെ ഭരണഘടനാപരമായ മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി. രാജ്യത്ത് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ റോഡുകളിലും കാൽനട യാത്രക്കാർക്കായി നടപ്പാതകൾ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവ്. റോഡുകളിൽ വാഹനങ്ങൾ വർദ്ധിക്കുന്നതും അവയുടെ സുഗമമായ യാത്രയും ചൂണ്ടിക്കാണിച്ച് കാൽനട യാത്രക്കാരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയില്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് സുരക്ഷിതമായി നടക്കാനുള്ള അവകാശമെന്ന് കോടതി നിരീക്ഷിച്ചു. പൗരന്മാർക്ക് അപകടമില്ലാതെ തടസ്സരഹിതമായി നടക്കാനുള്ള സൗകര്യമൊരുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഭാവിയിൽ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്ന എല്ലാ പുതിയ റോഡ് വികസന പദ്ധതികളിലും ഹൈവേകളിലും നടപ്പാതകൾ അനിവാര്യമായ ഒരു ഘടകമായി ഉൾപ്പെടുത്തണമെന്നും കോടതി ഉത്തരവിട്ടു. രാജ്യത്തെ നടപ്പാതകളുടെ നിർമ്മാണ രീതിയെക്കുറിച്ചും സുപ്രീം കോടതി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. നടപ്പാതകൾ കേവലം കോൺക്രീറ്റ് കട്ടകൾ നിരത്തിയവ മാത്രമാകരുത്. കാഴ്ചപരിമിതി ഉള്ളവർക്കും മറ്റ് ഭിന്നശേഷിക്കാർക്കും വീൽചെയറുകൾ ഉപയോഗിക്കുന്നവർക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നിർമ്മാണം. നിലവിലുള്ള നടപ്പാതകളിലെ കച്ചവടങ്ങളും അനധികൃത നിർമ്മാണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ കയ്യേറ്റങ്ങളും അടിയന്തരമായി ഒഴിപ്പിക്കാൻ വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നിർദ്ദേശം നൽകി. വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ കാൽനട യാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പുതിയ നിർദ്ദേശം നടപ്പിലാക്കുന്നതിലൂടെ റോഡ് അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ.